പള്ളിയിലാ പോയി ഒരു കുർബാനയുടെ കൂടിയാ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാവും സമയം ചേട്ടാ എന്നും പറഞ്ഞ് ഈ തൃശ്ശൂർ ഗഡി എന്നെ വിളിച്ചോണ്ട് പള്ളിയിലോട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ആ കാറ് കണ്ടപ്പോ ഞാൻ അതിന്റെ പിന്നാലെ പോകുമോ എന്നായി കൂടെയുള്ള ആളുടെ ടെൻഷൻ. ഈ കടുത്ത ചൂടിൽ നടന്നലഞ്ഞ് അങ്ങനെ ശീതീകരിച്ച മെട്രോ സ്റ്റേഷനുള്ളിൽ ചെന്ന് കയറുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനേ പറ്റില്ല. ദുബായിൽ ഇപ്പം അസഹനീയമായ ചൂടാണ്. നേരം ഇപ്പോൾ 6:30 മണിയായെന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞായറാഴ്ചകളിൽ ക്രിസ്ത്യൻ പള്ളികളിൽ പോകേണ്ടവർ ഊതുമേത്ത എന്ന് പറയുന്ന സ്ഥലത്താണ് ഒത്തുകൂടുന്നത്. മെട്രോയുടെ ചില്ലിലൂടെ പുറത്തോട്ട് നോക്കി നിന്നുകൊണ്ട് പറഞ്ഞും കരഞ്ഞും പ്രാർത്ഥിക്കാനുള്ള പ്രാരാബ്ദങ്ങളുടെ കണക്കെടുത്തപ്പോഴേക്കും ഇറങ്ങുന്ന സ്റ്റോപ്പ് എത്തി. ഇതാണ് ഇവിടുത്തെ സെന്റ് മേരീസ് കത്തോലിക്ക പള്ളി. നല്ലൊരു പാട്ടുകുർബാന കൂടാൻ വന്ന എന്റെ തൃശ്ശൂർ ബഡി ടോട്ടൽ ഡിസപ്പോയിന്റഡ് ആണ്. പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വന്നതെങ്കിലും അറബിക് മാസാണെന്നുള്ള കാര്യം ആൾ ശ്രദ്ധിച്ചില്ല. ഈ അറബിക് കല്യാണം എന്ന് പറയുന്നത് പോലെയൊക്കെ അറബിക് കുർബാന അത് ഞാൻ ആദ്യമായിട്ടാണ് കൂടുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. UAE, ലെബനൻ, സിറിയ, ജോർദൻ പോലെയുള്ള അറബ് ക്രിസ്ത്യൻസിന് വേണ്ടിയുള്ള പ്രത്യേക കുർബാനയായിരുന്നു ഇത്. അവരുടെ കുട്ടികളുടെ സ്കൂൾ ഗ്രാജുവേഷൻ സെറിമണി കൂടെ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു. നാട്ടിലൊക്കെ വെറും 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള നല്ല ഒന്നാന്തരം മലയാളി കുർബാന ഉറക്കം തൂങ്ങി കേട്ടുനിരുന്ന ആ പാവം പയ്യൻ ഓർത്തിരുന്നില്ല ഇങ്ങനെ അതും മുഴുനീള അറബി കുർബാന ഒരു മടിയും ഇല്ലാതെ തന്നെ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകും. സംഭവം എന്താണെങ്കിലും ഒന്ന് കരഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലെ ഭാരങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞതുപോലെ തോന്നുന്നു. അങ്ങനെ ഒരു ഞായറാഴ്ച കൂടെ അവസാനിച്ചു. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കൂടനെ പോലെ അങ്ങോട്ട് ആയില്ല ഇഷ്ടേ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ തൃശ്ശൂർ ഗഡി മുമ്പിൽ നടന്നു പോകുന്നത്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇവൻ കൂടെയുള്ളത് മനസ്സിന് വലിയ ആശ്വാസമാണ്. ഇവിടെ സുഹൃത്തുക്കളോ ഫാമിലിയോ ഇല്ലാതെയുള്ള ഒറ്റയ്ക്കുള്ള ജീവിതം അത്ര തന്നെ ബോറാണ്. അതിവിടെ ഒന്ന് ജീവിച്ചവർക്ക് അറിയത്തുള്ളൂ. അപ്പൊ